ഒരു മഴ പെയ്താൽ യാർഡിനേക്കാൾ താഴ്ന്നു നിൽക്കുന്ന ഈ സ്റ്റാൻഡിൽ മഴവെള്ളം വന്ന് സമൂഹ മാധ്യമങ്ങളിലും പത്രമാധ്യമങ്ങളിലും നിരന്തരം വിമർശനം കേൾക്കേണ്ടി വന്ന ഒരു പൊതുപ്രവർത്തകനാണ് ഞാൻ. ഈ പണിയുന്ന സ്റ്റാൻഡിൻ്റെ ഏരിയ ഷെയർ ചെയ്യുന്നതിനെ സംബന്ധിച്ച് തർക്കങ്ങളായി. ഏറ്റവും അവസാനം അതെല്ലാം പരിഹരിച്ച് തർക്കമെല്ലാം തീർന്ന് വന്നപ്പോഴേക്കും സ്മാർട്ട് സിറ്റിയുടെ കാലാവധിയും കഴിഞ്ഞു. നിലവിലുള്ള ബസ് സ്റ്റാൻഡിൻ്റെ സാഹചര്യം നമുക്ക് എല്ലാവർക്കും അറിയാം. വളരെ ശോചനീയമായ അവസ്ഥ. 26 ലോഡ് വേസ്റ്റാണ് ഹരിതകർമ്മസേന അംഗങ്ങൾ ഈ ബസ് സ്റ്റാൻഡിൽ നിന്ന് കളക്ട് ചെയ്ത് കൊണ്ടുപോയി. ഇപ്പോൾ ഒരുമാതിരി നല്ല മനോഹരമായിട്ടുണ്ട്. ഇത് ഈ രീതിയിൽ നിലനിർത്തുന്നതിനുള്ള ആവശ്യമായ നിർദ്ദേശം KSRTC ജീവനക്കാർക്ക് കൊടുക്കണം എന്നുള്ള കാര്യം കൂടി സൂചിപ്പിക്കണം. ഇത് വളരെ സന്തോഷത്തോടു കൂടിയാണ് ഞാൻ ഈ എറണാകുളം KSRTC ബസ് സ്റ്റാൻഡിൻ്റെ നവീകരിച്ച കെട്ടിടത്തിൻ്റെ ഉദ്ഘാടനത്തിലും പുതിയ സ്റ്റാൻഡിൻ്റെ നിർമ്മാണ പ്രവൃത്തി ആരംഭിക്കുന്ന ഈ സമ്മേളനത്തിൽ പങ്കെടുക്കുന്നു. നമുക്കറിയാം, ഇതുമായി ബന്ധപ്പെട്ട് ഒരിക്കലും നടക്കില്ല എന്ന് പറഞ്ഞ ഒരു സ്റ്റാൻഡാണ് ഇന്ന് മറ്റൊരു കാഴ്ചയായി നമുക്ക് കാണാൻ കഴിയുന്നത്. ഒരു മഴ പെയ്താൽ യാർഡിനേക്കാൾ താഴ്ന്നു നിൽക്കുന്ന ഈ സ്റ്റാൻഡിൽ മഴവെള്ളം വന്ന് സമൂഹ മാധ്യമങ്ങളിലും പത്രമാധ്യമങ്ങളിലും നിരന്തരം വിമർശനം കേൾക്കേണ്ടി വന്ന ഒരു പൊതുപ്രവർത്തകനാണ് ഞാൻ. അതുകൊണ്ട് തന്നെയാണ് ജനപ്രതി ആയ നാൾ മുതൽ ഇവിടെ ഒരു പുതിയ ബസ് സ്റ്റാൻഡ് പണിയണം എന്ന ആഗ്രഹത്തോടു കൂടി ഗവൺമെൻറ്റിനെ സമീപിക്കുകയും ഏറ്റവും അവസാന ഘട്ടത്തിലാണെങ്കിലും അതിന് ഇപ്പോൾ ഒരു അനുമതി കിട്ടുകയും ചെയ്ത സന്തോഷകരമായ ഒരു ചടങ്ങിലാണ് ഞാൻ നിങ്ങളും പങ്കെടുക്കുന്നത്. ബഹുമാനായ ട്രാൻസ്പോർട്ട് വകുപ്പ് മന്ത്രിയുടെ ശക്തമായ ഇടപെടൽ ഈ കാര്യത്തിൽ ഉണ്ടായിട്ടുണ്ടെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. അദ്ദേഹം മന്ത്രിയായി ചുമതലയേറ്റ ശേഷം എറണാകുളത്ത് വന്നപ്പോൾ അന്ന് ഞാനും IB ഈഡനും അന്നത്തെ മേയർ അഡ്വക്കേറ്റ് അനിൽകുമാറും ഞങ്ങൾ 3 പേരും ഒരുമിച്ച് മന്ത്രിയെ ഇവിടെ കൊണ്ടുപോവുകയുള്ളൂ. അന്ന് മന്ത്രി പറഞ്ഞു, നമുക്ക് ഈ നിലവിലുള്ള സ്റ്റാൻഡ് നമുക്ക് മനോഹരമാക്കാൻ എന്തെങ്കിലും കാര്യം ചെയ്യാമോ എന്നതിനെ സംബന്ധിച്ച് ആലോചിക്കാം എന്ന് പറഞ്ഞ് KSRTCയിലെ എഞ്ചിനീയർമാരെ വിടുകയും അവരുടെ നിർദ്ദേശപ്രകാരം നമ്മൾ ഒരു എസ്റ്റിമേറ്റ് ഉണ്ടാക്കുകയും ചെയ്തതിൻ്റെ ഫലമായിട്ടാണ് ഇന്ന് ഈ കാണുന്ന രീതിയിലേക്ക് നമുക്ക് കാര്യങ്ങൾ മാറാൻ കഴിഞ്ഞിട്ടുള്ളത്. നമുക്കറിയാം, ഇതുമായി ബന്ധപ്പെട്ട് കൊച്ചി സ്മാർട്ട് സിറ്റി മിഷനിൽ നിന്ന് നമുക്ക് പണം അനുവദിക്കാൻ MP എന്നുള്ള നിലയിൽ IB ഈഡനും അതുപോലെ തന്നെ അന്നത്തെ മേയർ അനിൽകുമാറും ഞാനും കൂട്ടായ ഒരു ശ്രമം നടത്തിയുണ്ടായി. ആ ശ്രമത്തിൻ്റെ ഫലമായി കൊച്ചി സ്മാർട്ട് സിറ്റി മിഷൻ KSRTC ബസ് സ്റ്റാൻഡ് പണിയുന്നതിന് വേണ്ടി 12 കോടി രൂപ എറണാകുളം മൊബിലിറ്റി ഹബിനെ ഏൽപ്പിക്കേണ്ടത്. നേരിട്ട് KSRTCക്ക് കൊടുക്കാൻ കഴിയില്ല എന്നാണ് സ്മാർട്ട് സിറ്റി ബോർഡിൻ്റെ തീരുമാനമുണ്ടായത്. അങ്ങനെ കാരിക്കാമുറിയിലെ സ്ഥലത്ത് കൊച്ചി സ്മാർട്ട് സിറ്റി മിഷന്റെ പണം ഉപയോഗിച്ച് മൊബിലിറ്റി ഹബ്ബ് ഒരു KSRTC ബസ് സ്റ്റാൻഡ് പണിയുകയും മൊബിലിറ്റി ഹബിന് തത്തുല്യമായ സ്ഥലത്ത് KSRTCക്ക് ലാൻഡ് സ്വീപ്പിംഗ് ചെയ്ത് KSRTC സ്റ്റാൻഡ് പണിയുന്നൊരു പ്രപ്പോസലായിരുന്നു യഥാർത്ഥത്തിൽ കൊച്ചി സ്മാർട്ട് സിറ്റി മിഷനിലുണ്ടായിരുന്നത്. നമുക്കറിയാം, അന്ന് തന്നെ MP ഈ പദ്ധതി നടക്കില്ല എന്ന് എന്നോട് പറഞ്ഞു. പക്ഷേ എങ്ങനെയും നടത്തണം എന്നുള്ള ആഗ്രഹത്തിൽ ഞാൻ അതിൻ്റെ പുറകെ നടന്നു. ഭൂമി അങ്ങോട്ടും ഇങ്ങോട്ടും കൈമാറ്റം ചെയ്യുക എന്ന് പറഞ്ഞാൽ അപ്രായോഗികമാണ്. അത് ഒരുപാട് നൂലാമാലകളുണ്ടായി. ഏറ്റവും അവസാനം അന്ന് ജില്ലയുടെ ചുമതലയുള്ള മന്ത്രി P രാജീവ് ഇടപെട്ട് ലാൻഡ് സ്വീപ്പിംഗ് ഇല്ലാതെ KSRTCയുടെ സ്ഥലത്ത് മൊബിലിറ്റി ഹബ്ബ് കെട്ടിടം പണിയുക, മൊബിലിറ്റി ഹബിൻ്റെ സ്ഥലത്ത് KSRTC കെട്ടിടം പണിയുക. അന്ന് ആ യോഗത്തിൽ ബഹുമാനപ്പെട്ട ട്രാൻസ്പോർട്ട് വകുപ്പ് മന്ത്രിയും പങ്കെടുത്തു. അങ്ങനെ ഒരു തീരുമാനമെടുത്തു. അതുമായി ബന്ധപ്പെട്ട് വന്നപ്പോഴാണ് മൊബിലിറ്റി ഹബ്ബും KSRTCയും തമ്മിൽ ഈ പണിയുന്ന സ്റ്റാൻഡിൻ്റെ ഏരിയ ഷെയർ ചെയ്യുന്നതിനെ സംബന്ധിച്ച് തർക്കങ്ങളായി. ഏറ്റവും അവസാനം അതെല്ലാം പരിഹരിച്ച് തർക്കമെല്ലാം തീർന്ന് വന്നപ്പോഴേക്കും സ്മാർട്ട് സിറ്റിയുടെ കാലാവധിയും കഴിഞ്ഞു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ബഹുമാനപ്പെട്ട ധനകാര്യ വകുപ്പ് മന്ത്രി എറണാകുളത്ത് വരുന്നത്. അദ്ദേഹം എറണാകുളത്ത് വന്നപ്പോൾ ഞങ്ങൾ ഈ വിഷയം അദ്ദേഹത്തിൻ്റെ ശ്രദ്ധയിൽപ്പെടുത്തി. അദ്ദേഹം പറഞ്ഞു, ഞാൻ ഈ സ്റ്റാൻഡിൽ വരാം എന്ന് പറഞ്ഞു. ഞാൻ SFI ആയ നാൾ മുതൽ ഈ എറണാകുളം KSRTC ബസ് സ്റ്റാൻഡ് ഉപയോഗിക്കുന്ന ഒരു പൊതുപ്രവർത്തകനാണ്. ഇങ്ങനെ ഈ ബസ് സ്റ്റാൻഡ് ഇങ്ങനെ കിടക്കാൻ കഴിയില്ല, അതുകൊണ്ട് ഞാൻ വരാം എന്ന് പറയുകയും ഇവിടെ വന്ന്
സ്മാർട്ട് സിറ്റി അനുവദിച്ച എത്രയാണോ തുക അത്രയും തുക നമ്മുടെ KSRTCക്ക് ധനകാര്യ വകുപ്പ് അനുവദിക്കാൻ തയ്യാറാണ് എന്ന് അദ്ദേഹം ഇവിടെ വെച്ച് പ്രഖ്യാപിക്കുകയും ചെയ്യുന്നുണ്ട്. പിന്നീട് നമുക്കറിയാം 2018 SOR 2021 മാറിയപ്പോൾ എസ്റ്റിമേറ്റ് തുക വർദ്ധിപ്പിച്ചു. ഞാൻ മന്ത്രിയോട് പറഞ്ഞു എസ്റ്റിമേറ്റ് തുക വർദ്ധിച്ചു എന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം 1 കോടി രൂപ കൂടി കൂട്ടി 13 കോടി രൂപയുടെ സാമ്പത്തിക അനുമതിയാണ് പുതിയ ബസ് സ്റ്റാൻഡിന് വേണ്ടി ലഭ്യമായിട്ടുള്ളത്. അതാണ് പുതിയ ബസ് സ്റ്റാൻഡിന്റെ ഇന്ന് നിർമ്മാണ ഉദ്ഘാടനം. ബഹുമാനപ്പെട്ട ധനകാര്യ വകുപ്പ് മന്ത്രിയാണ് നിർവഹിക്കേണ്ടത്. അദ്ദേഹത്തിന്റെ അസാന്നിധ്യത്തിൽ അദ്ദേഹത്തെ രാവിലെ ഞാൻ വിളിച്ചപ്പോൾ എനിക്ക് വരാൻ കഴിയില്ല. ബഹുമാനപ്പെട്ട ട്രാൻസ്പോർട്ട് വകുപ്പ് മന്ത്രി തന്നെ ആ ഉത്തരവാദിത്തം ഏറ്റെടുക്കും എന്ന് പറഞ്ഞിട്ടുണ്ട്. നമുക്കറിയാം ഇവിടെ പുതിയ നിലവിലുള്ള ബസ് സ്റ്റാൻഡിന്റെ സാഹചര്യം നമുക്ക് എല്ലാവർക്കും അറിയാം. വളരെ ശോചനീയമായ അവസ്ഥ. 26 ലോഡ് വേസ്റ്റാണ് ഹരിതകർമ്മ സേന അംഗങ്ങൾ ഈ ബസ് സ്റ്റാൻഡിൽ നിന്ന് കളക്ട് ചെയ്ത് കൊണ്ടുപോയി. 26 ലോഡ് വേസ്റ്റാണ്. നമുക്കറിയാം ഈ ബസ് സ്റ്റാൻഡ് ഈ രീതിയിൽ മനോഹരമാക്കാൻ കഴിഞ്ഞത് ബഹുമാനപ്പെട്ട ട്രാൻസ്പോർട്ട് വകുപ്പ് മന്ത്രി അദ്ദേഹത്തിന്റെ ഉദ്യോഗസ്ഥന്മാരെ ഇവിടെ വിട്ട് അദ്ദേഹം തന്നെ പറഞ്ഞു ഇന്ന കാര്യങ്ങൾ ഇവിടെ ചെയ്യണം. 2 അടി ഉയർത്തണം, ഈ സ്റ്റാൻഡ് 2 അടി ഉയർത്തണമെന്ന് നിർദ്ദേശിക്കുകയുണ്ടായി. അങ്ങനെ 2 അടി ഉയർത്തിയാൽ സ്വാഭാവികമായും കെട്ടിടത്തിന്റെ ഹൈറ്റ് വെച്ച് നമുക്ക് ഒരുപാട് പരിമിതികൾ ഉണ്ടാകുമല്ലോ എന്നുള്ള സംശയങ്ങളുണ്ടായി. പക്ഷെ അദ്ദേഹം IIT-യിൽ നിന്നുള്ള ചില ഉദ്യോഗസ്ഥന്മാരെ എല്ലാം പറഞ്ഞു വിട്ട് അവർ പറഞ്ഞ നിർദ്ദേശപ്രകാരം ഒരു എസ്റ്റിമേറ്റ് എടുത്തത് നമ്മുടെ PWD ബിൽഡിങ്സ് ആണ്. അതിനാവശ്യമായ തുക ഏകദേശം 77 ലക്ഷം രൂപ എൻ്റെ MLA ഫണ്ടിൽ നിന്നും 99 ലക്ഷം രൂപ BPCLന്റെ CSR ഫണ്ടിൽ നിന്നും അതുപോലെ തന്നെ 12 ലക്ഷം രൂപ ടൈലിടുന്നതിന് വേണ്ടി ജിയോജിത്തിന്റെ CSR ഫണ്ടും ഉപയോഗിച്ച് ഏകദേശം 1,88 ലക്ഷം രൂപ ഉപയോഗിച്ചാണ് ഈ KSRTC ബസ് സ്റ്റാൻഡ് നവീകരിച്ചിട്ടുള്ളത്. ഇവിടെ ബഹുമാനപ്പെട്ട MD സൂചിപ്പിച്ചപ്പോൾ പറഞ്ഞു ഇവിടെ ഒരു സെൽഫി പോയിന്റ് ഉണ്ട്. മിനിസ്റ്റർ ഒരു നമ്മുടെ ഇതിന്റെ തെക്കേ സൈഡിൽ ചെറിയൊരു ഗാർഡനും നമ്മുടെ ചവറ കൾച്ചർ സെന്റർ സ്പോൺസർ ചെയ്തിട്ടുള്ള സെൽഫി I love KSRTC എന്നൊരു സെൽഫി പോയിന്റ് ഉണ്ട്. ഇവിടെ മാതൃഭൂമിയുടെ ഒരു റീഡിംഗ് കോർണർ ഉണ്ട്. ബഹുമാനപ്പെട്ട മന്ത്രിയോട് അവർ പറയണമെന്ന് പറഞ്ഞിട്ടുണ്ട് കേരളത്തിലെ എല്ലാ KSRTC ബസ് സ്റ്റാൻഡുകളിലും അവർ ഇത്തരത്തിലുള്ള റീഡിംഗ് കോർണർ തുറക്കാൻ തയ്യാറാണ് എന്ന വിവരം ബഹുമാനപ്പെട്ട മന്ത്രിയോട് പറയാൻ പറഞ്ഞിട്ടുണ്ട്. വണ്ടർലയുടെ സാമ്പത്തിക സഹായത്തോടെ CSR ഫണ്ട് ഉപയോഗിച്ച് 17 ലക്ഷം രൂപ മുടക്കി AC ചെയ്ത ഒരു റിട്ടയറിംഗ് റൂമുണ്ട്. അവിടെ സ്ത്രീകൾക്ക് സെപ്പറേറ്റ് അതിനുള്ള സൗകര്യമുണ്ട്, ഫീഡിംഗ് റൂമുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ഈ എൻക്വയറി കൗണ്ടറുകൾ എല്ലാം ക്യൂൻസ് കോൺ എന്ന് പറയുന്ന ഒരു IT ഫോം അവരുടെ CSR ഫണ്ട് ഉപയോഗിച്ച് അവർ ഇതിനുള്ള ഒരു എൻക്വയറി കൗണ്ടർ ഇതുമായി ബന്ധപ്പെട്ട് 12,000 സ്ക്വയർ ഫീറ്റ് ഉണ്ട്. ഈ നിലം ക്ലീൻ ചെയ്യുന്നതിനുള്ള ഒരു സ്വീപ്പിംഗ് മെഷീൻ ഉൾപ്പെടെ അവർ ചെയ്തു തരാം എന്ന് ഏറ്റിട്ടുണ്ട്. പോലീസ് എയ്ഡ് പോസ്റ്റ് ഉണ്ട്. സുലഭിയുടെ നേതൃത്വത്തിൽ പെട്രോനെറ്റിന്റെ സഹായത്തോടു കൂടി ഏറ്റവും മനോഹരമായ നമ്മുടെ എയർപോർട്ടിലെ പോലെയുള്ള ശുചിമുറി പോലെ അത്രയും മനോഹരമായിട്ടാണ് ഇവിടുത്തെ സുലഭ് നടത്തുന്ന അവരുടെ നേതൃത്വത്തിലുള്ള ഈ ശുചിമുറി ഉള്ളത്. LIC ആണ് നമുക്ക് ഇതിനുള്ള ഫർണിച്ചർ. LIC ഇവിടെ ഉണ്ടായിരുന്ന ഫർണിച്ചറെല്ലാം പഴയ ഫർണിച്ചറായിരുന്നു, അതെല്ലാം മാറ്റി LIC നല്ല സ്റ്റീൽ ഫർണിച്ചർ തന്നിട്ടുണ്ട്. കർണാടകയ്ക്കും തമിഴ്നാടിനും ഇവിടെ കൗണ്ടറുണ്ട്, അവർക്ക് ടിക്കറ്റ് കൗണ്ടർ അതിനുള്ള സൗകര്യമുണ്ട്. അതുപോലെ തന്നെ KSRTCക്ക് ഇവിടെ ഈ ബിൽഡിങ്ങിൽ തന്നെ അഡ്മിനിസ്ട്രേറ്റീവ് ബ്ലോക്ക് ഉണ്ട്. അപ്പോളോ ആശുപത്രിയുടെ ഒരു ഹെൽത്ത് കോർണർ ഉണ്ട്. അങ്ങനെ വിവിധങ്ങളായ സൗകര്യങ്ങൾ യാത്രക്കാർക്ക് ഒരുക്കിയിട്ടുണ്ട്. ഏറ്റവും കൗതുകകരമായ വസ്തുത ഇവിടെ ഉപേക്ഷിക്കപ്പെട്ട ഒരു 6 കടമുറിയുണ്ട്. ആ കടമുറി കഴിഞ്ഞ ആഴ്ച ടെൻഡർ ചെയ്തപ്പോൾ ഒരു കടമുറി പോയത് പ്രതിമാസം 80,000 രൂപയ്ക്കാണ്. അങ്ങനെ 6 കടമുറി 80,000, 75,000, 60,000, 35,000 അങ്ങനെ KSRTCക്ക് വരുമാന സ്രോതസ് കിട്ടുന്ന രീതിയിലാണ് ഇന്ന് എറണാകുളത്തെ ഈ നവീകരിച്ച KSRTC സ്റ്റാൻഡ് എന്ന് പറയുന്നതിൽ എനിക്ക് അതിയായ സന്തോഷമുണ്ട്. ബഹുമാനായ ATO ശ്രീ അജിത്തും മാർക്കറ്റിംഗിന്റെ ചുമതലയുള്ള ശ്രീ അനൂപും നിരന്തരമായ ഇടപെടൽ നടത്തിയിട്ടുണ്ട്. മറ്റ് KSRTC ജീവനക്കാരുടെയുള്ള ജീവനക്കാരുടെ എല്ലാം സഹായം ഉണ്ടായിട്ടുണ്ട്. അതുപോലെ തന്നെ കോൺട്രാക്ടർ ശ്രീ PM പരീത്, അദ്ദേഹം കഴിഞ്ഞ കുറേ നാളുകളായി അദ്ദേഹത്തിന്റെ വീട് പണിയുന്നത് പോലെ ഇവിടെ പണിതുകൊണ്ടിരിക്കുകയാണ്. ഇനിയും പണി പൂർത്തീകരിക്കാനുണ്ട്. ഇലക്ഷൻ പ്രഖ്യാപിക്കുമെന്നുള്ളത് കൊണ്ടാണ് ഇന്ന് മന്ത്രിയുടെ
ഏറ്റവും പ്രധാനം മന്ത്രിയുടെ ഡേറ്റ് കിട്ടുക എന്നുള്ളതാണ്. ഇന്നത്തെ ഡേറ്റ് തന്നതുകൊണ്ടാണ്. ഇനി കുറച്ച് മിനുക്ക് പണികൾ കൂടി വേണ്ടി അദ്ദേഹം അത് ചെയ്തു തീർക്കും. ഷൈജു ആണ് ഇലക്ട്രിക്കൽ കോൺട്രാക്ട് നടത്തിയത്. അതുപോലെ തന്നെ PWD ബിൽഡിങ്സിലെ AXC ബഷീർ, അദ്ദേഹം നിരന്തരമായി എപ്പോൾ MLA എന്നുള്ളതിൽ ഞാൻ ആവശ്യപ്പെട്ടാലും അദ്ദേഹം ഇവിടെ വരും. അതുപോലെ തന്നെ AE പ്രവീൺ, ഇവിടെ എല്ലാം നിരന്തരമായ ആ സഹായം ഉണ്ടായിട്ടുണ്ട് എന്ന കാര്യം സൂചിപ്പിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. അതോടൊപ്പം തന്നെ ഹരിത കേരള മിഷന്റെ ആഭിമുഖ്യത്തിലാണ് 2024 ചവറ കൾച്ചർ സെന്ററും കാരിക്കാമറി റെസിഡൻസ് അസോസിയേഷനും കൂടിയാണ് ആദ്യമായി ഈ സ്റ്റാൻഡ് ശുചീകരിക്കാനുള്ള പ്രവൃത്തി ആരംഭിക്കുന്നത്. ശ്രീമതി ജില്ലാ ഓഫീസ് കോർഡിനേറ്റർ ശ്രീ രജനിയും കോർപ്പറേഷന്റെ കോർഡിനേറ്റർ ശ്രീ നിഷയും ചവറ കൾച്ചർ സെന്ററിന്റെ ഡയറക്ടർ അനിലച്ചനും അതുപോലെ തന്നെ കാരിക്കാമുറി റെസിഡൻസ് അസോസിയേഷന്റെ പ്രസിഡന്റ് അനിലും അവരുടെ എല്ലാം കൂട്ടത്തിൽ വിവിധങ്ങളായ കോളേജുകളിൽ നിന്നുള്ള വിദ്യാർത്ഥികൾ, കൊച്ചിൻ കോളേജ്, സെന്റ് ആൽബർട്ട്സ് കോളേജ്, എടപ്പള്ളി സ്കൂൾ ഓഫ് അപ്ലൈഡ് സയൻസ് ആൻഡ് ടെക്നോളജി വിദ്യാർത്ഥികൾ, കാലടി ആദിശങ്കര എഞ്ചിനീയറിംഗ് കോളേജിലെ വോളണ്ടിയർമാർ, അവരുടെ എല്ലാം സഹായത്തോടു കൂടിയാണ് ഈ സ്റ്റാൻഡ് ശുചീകരിക്കാനുള്ള പ്രവൃത്തി 2024 ഒക്ടോബർ 2-ാം തീയതി ആരംഭിക്കുന്നത്. അതാണ് ഞാൻ സൂചിപ്പിച്ചത്. 26 ലോഡ് വേസ്റ്റാണ് ഈ സ്റ്റാൻഡിൽ നിന്ന് നമുക്ക് നീക്കം ചെയ്യേണ്ടി വന്നത്. ബഹുമാനപ്പെട്ട മന്ത്രിയോട് എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത്, ഇപ്പോൾ ഒരുമാതിരി നല്ല മനോഹരമായിട്ടുണ്ട്. ഇത് ഈ രീതിയിൽ നിലനിർത്തുന്നതിനുള്ള ആവശ്യമായ നിർദ്ദേശം KSRTC ജീവനക്കാർക്ക് കൊടുക്കണം എന്നുള്ള കാര്യം കൂടി സൂചിപ്പിക്കണം. ഇത് നിലം സ്വീപ്പ് ചെയ്യാനുള്ള മിഷൻ വരെ അത് ബഹുമാനായ ശ്രീ അനൂപ്, അദ്ദേഹം മാർക്കറ്റിംഗ് ഡിവിഷനിലെ ഉദ്യോഗസ്ഥനാണ്, അദ്ദേഹത്തിൻ്റെ ഇടപെടലാണ് അത്തരം കാര്യങ്ങളുള്ളത്. ഇവിടെ എല്ലാ സൈൻ ബോർഡുകളുമുണ്ട്, നല്ല ശുചിമുറിയുണ്ട്, എല്ലാ സൗകര്യങ്ങളുമുണ്ട്. ആധുനിക രീതിയിലുള്ള മനോഹരമായ ഒരു കെട്ടിടമാണ് ഇത്. 1968 നവംബർ മാസം 1-ാം തീയതി അന്ന് 8 ലക്ഷം രൂപയ്ക്ക് ഏഷ്യയിലെ തന്നെ ഏറ്റവും വലിയ ബസ് സ്റ്റാൻഡായി കേരളത്തിൽ നിർമ്മിച്ചതാണ് എറണാകുളം KSRTC ബസ് സ്റ്റാൻഡ്. അത്രയേറെ ചരിത്ര പശ്ചാത്തലം. അത് 8 ലക്ഷം രൂപയ്ക്കാണ് 1968 നവംബർ മാസം 1-ാം തീയതി ഈ KSRTC ഏഷ്യയിലെ തന്നെ ഏറ്റവും വലിയ KSRTC ബസ് സ്റ്റാൻഡ് എന്നുള്ളതിൽ ഇതിന്റെ നിർമ്മാണം ആരംഭിച്ചത്. ആ ബസ് സ്റ്റാൻഡ് നമുക്ക് കാത്തു സൂക്ഷിക്കാനുള്ള ഉത്തരവാദിത്വമുണ്ട് എന്ന കാര്യം കൂടി സൂചിപ്പിച്ചുകൊണ്ട്, പുതിയ ബസ് സ്റ്റാൻഡ് നമുക്കറിയാം 13 കോടി രൂപയാണ് ബഹുമാനപ്പെട്ട മന്ത്രി 1-ാം ഘട്ടമായി അനുവദിച്ചിട്ടുള്ളത്. PWD ബിൽഡിങ്സ് എസ്റ്റിമേറ്റ് എടുത്തപ്പോൾ 27 കോടി രൂപയായിരുന്നു. മന്ത്രി പറഞ്ഞു, ഞാൻ 12 കോടി രൂപയാണ് നിങ്ങളോട് പറഞ്ഞിരുന്നത്. ഈ ഇത്രയും പണം മന്ത്രി തന്നെ, ബഹുമാനപ്പെട്ട ട്രാൻസ്പോർട്ട് മന്ത്രി തന്നെ എനിക്ക് തോന്നുന്നു ഒരു 3-4 മീറ്റിംഗ് ഇതിനു വേണ്ടി വിളിച്ചിട്ടുണ്ട്. അപ്പോൾ ആ മീറ്റിംഗിൽ ധനകാര്യമന്ത്രി തന്നെ പറഞ്ഞു, ഞാൻ 12 കോടി രൂപയാണ് പറഞ്ഞത്, അതുകൊണ്ട് അതിൽ ഒതുക്കി എസ്റ്റിമേറ്റ് ആക്കണമെന്ന് പറഞ്ഞു. അതിന് 2 ഘട്ടമായി 13 കോടി രൂപയുടെ ഒരു എസ്റ്റിമേറ്റാണ് ഇപ്പോൾ നമുക്ക് പ്രഥമ ഘട്ടത്തിൽ ഉള്ള. ഏകദേശം 30 ബസ്സുകൾ പാർക്ക് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ അതിൻ്റെ അഡ്മിനിസ്ട്രേറ്റീവ് ബ്ലോക്കും അതുപോലെ തന്നെ അതിന് അനുസൃതമായ ശുചിമുറിയും ഉൾപ്പെടെ ഉള്ളതാണ് പുതിയ 1-ാം ഘട്ടം. അതിൻ്റെ 2-ാം ഘട്ടം പിന്നീട് നമുക്ക് പണിയേണ്ടതായിട്ടുണ്ട് എന്ന കാര്യം കൂടി സൂചിപ്പിക്കുന്നു. നമുക്ക് ഈ പ്രവർത്തനങ്ങൾക്കെല്ലാം ഒരു പോസിറ്റീവ് എനർജി നൽകിയത് ബഹുമാനപ്പെട്ട ഗതാഗത വകുപ്പ് മന്ത്രിയാണ്. ഗതാഗത വകുപ്പ് മന്ത്രിയോടുള്ള നന്ദി. എറണാകുളത്തെ പൗരാവലിക്ക് വേണ്ടി നമുക്കറിയാം, ഒരു മഴ പെയ്താൽ മിനിസ്റ്ററെ സോഷ്യൽ മീഡിയയിലൂടെ കേൾക്കുന്ന ചീത്തക്ക് കണക്കില്ല. പത്രമാധ്യമങ്ങൾ എഴുതുന്ന വിമർശനം ഞാൻ അതിനെല്ലാം പോസിറ്റീവായാണ് കാണുന്നത്. കാരണം അത്രയേറെ ശോചനീയമായ അവസ്ഥയായിരുന്നു. അതിന് ഞങ്ങൾക്കെല്ലാം ഒരു പോസിറ്റീവ് എനർജി തന്ന് ഇത് എങ്ങനെയും നന്നാക്കണം എന്നുള്ള തീരുമാനമെടുത്തത് ഗതാഗത വകുപ്പ് മന്ത്രി ശ്രീ ഗണേഷ് കുമാറിൻ്റെ ഇടപെടലാണ്. അദ്ദേഹം 3-4 പ്രാവശ്യം ഇതിൻ്റെ മീറ്റിംഗ് വിളിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ശ്രീ MD പ്രമോദ്, അദ്ദേഹം വളരെയേറെ എന്ത് കാര്യങ്ങൾ വിളിച്ചാലും ഫോൺ വിളിച്ചാൽ അപ്പോൾ ഫോൺ എടുക്കും, അല്ലെങ്കിൽ തിരിച്ചു വിളിക്കും. ആ രീതിയിലാണ് അദ്ദേഹം ഇതിൻ്റെ ഇടപെടൽ നടത്തിയത്. തീർച്ചയായും PWD ബിൽഡിങ്സ് ഉൾപ്പെടെയുള്ള വിവിധങ്ങളായ ഏജൻസികളുടെ എല്ലാം കൂട്ടായ പ്രവർത്തനത്തിലൂടെയാണ് ഇന്ന് ഈ പ്രവർത്തനം യാഥാർത്ഥ്യമായിരിക്കുന്നത് എന്ന കാര്യം കൂടി സാന്ദർഭികമായി സൂചിപ്പിച്ചുകൊണ്ട് അതിന് സഹായകരമായ നിലപാടെടുത്ത BPCL, ജിയോജിത്ത്, അതുപോലെ തന്നെ മറ്റ് പെട്രോനെറ്റ്, സുലഭ്, അങ്ങനെ വിവിധങ്ങളായ വണ്ടർല ഉൾപ്പെടെയുള്ള ഈ ഇതിനെ നാടിനെ സ്നേഹിക്കുന്ന മുഴുവൻ ആളുകൾ, അതുപോലെ ഹരിത കേരള മിഷൻ, അങ്ങനെയുള്ള അവരുടെ എല്ലാ പ്രവർത്തനങ്ങളും പ്രത്യേകം ജനപ്രതിനിധി എന്നുള്ള നിലയിൽ നന്ദിയോടെ സ്മരിച്ചുകൊണ്ട് എൻ്റെ അധ്യക്ഷ പ്രസംഗം ചുരുക്കുന്നു. നമസ്കാരം.